നമ്മുടെ ആദരണീയനായ TPS വന്നിട്ടുണ്ട്. അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ കുറിച്ചും ചട്ടമ്പി സ്വാമികളുടെ ദർശനിക മഹത്വത്തെക്കുറിച്ചാണ് അതിനെ സംബന്ധിച്ചുള്ള പ്രഭാഷണം നടത്തും. അതിനെ അധ്യക്ഷൻ എന്ന നിലയിൽ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷകരും സംഘടനയുടെ ദേശീയ ചെയർമാനുമായിട്ടുള്ള TP ശശികുമാർജി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. വിനോദ് ജി, നടേശൻ ജി, RR, നമ്മുടെ സ്പിരിച്വൽ അഡ്വൈസർ, ബാക്കി പങ്കെടുക്കുന്ന ഭാരതത്തിനും ഭാരതത്തിന് പുറത്തുള്ള ശ്രോതാക്കള്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും അധ്യക്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2011 ആദ്യമായിട്ട് കേരളത്തിൽ നടത്തിയ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ശിക്ഷാജ്ഞാനം ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് അത് ഇരിങ്ങാലക്കുട വെച്ചാണ് നടന്നത്. ആ ഇരിങ്ങാലക്കുട വെച്ച് ആ പ്രോഗ്രാം നടത്തുമ്പോൾ എന്താവണം തുടക്കം, ഇരിങ്ങാലക്കുടയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വാമിയെക്കുറിച്ച് പഠിക്കണം എന്നൊരാഗ്രഹം വന്നപ്പോഴാണ്, ഇരിങ്ങാലക്കുടയുടെ ചരിത്രം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ചട്ടമ്പി സ്വാമികൾ സ്ഥിരമായിട്ട് വന്ന് പോവാറുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൂടൽമാണിക്യം ക്ഷേത്രമെന്നും അവരുടെ പാരമ്പര്യമായിട്ടുള്ള തച്ചുടയ കൈമളിൻ്റെ കുടുംബവുമായിട്ട് ചട്ടമ്പി സ്വാമികൾക്കുണ്ടായിരുന്ന ബന്ധവും 1860-70 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കാറുള്ള സ്ഥലമാണെന്നും ഒക്കെ പറഞ്ഞപ്പോഴാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എനിക്കറിയാവുന്ന ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരെ വിളിച്ചിട്ട് ഒരു സെമിനാർ ഞാൻ ഉണ്ടാക്കിയത്. അത് എൻ്റെ നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്ന, ആ കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള കാലത്തുണ്ടായിരുന്ന ബന്ധം കൊണ്ട് എനിക്ക് കുറേ പേരെ സംഘടിപ്പിക്കാനും ചിദാനന്ദപുരി സ്വാമികൾ അത് ഇനോഗ്രേറ്റ് ചെയ്യാനും ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളൊരു നല്ലൊരു പ്രഭാഷണം തരാനും ഒക്കെ സാധിച്ചു. അങ്ങനെ ഒരു ദിവസം വേണമെങ്കിൽ പലരുടെയും ചിന്തകളും പലരുടെയും അറിവുകളും പങ്കിടാനും പഠിക്കാനും ഒക്കെ സാധിച്ചു. ആ ഒരു ധൈര്യത്തിലാണ് പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ഗുരുസാഗരം എന്ന പ്രോഗ്രാമിൽ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഓർക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് സധൈര്യം ഞാൻ പ്രഭാഷണത്തിന് ഏറ്റതും ആ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ കൃതികളെക്കുറിച്ചും അവയുടെ മൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു സ്പാർക്ക് തന്നതുകൊണ്ട് അത്യാവശ്യം പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെയുള്ളൊരു കണിക അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പഥം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ചരിത്രവും അതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 1953 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലം, കൊല്ലൂർകോട് വീട്ടിലാണ് ജനനം. അയ്യപ്പൻ എന്ന പേരിലാണ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. 1850-60കളിലൊക്കെയുള്ള കാലഘട്ടത്തിൽ പാരമ്പര്യമായ സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നൊരു കാലമാണ്. അപ്പോൾ 60 എന്നൊക്കെ പറയുന്ന സമയത്ത്, 1860 എന്നൊക്കെ പറയുന്ന സമയത്ത് അയ്യപ്പന് 7 വയസ്സ് പ്രായമുള്ളൂ. ചട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടം എന്ന അർത്ഥം. ചട്ടം എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടാണ്. അതിൽ സ്ഥിരമായിട്ട് പോകാത്തത് കൊണ്ട് ആണ് ചട്ടമ്പി എന്ന പേര് വന്നത് തന്നെ. അപ്പോൾ വികൃതിയായിരുന്നു എന്ന് നമുക്കറിയണം, അതാണ് എന്ന് നമ്മൾ അറിയണം. ആ ഒരു അവസ്ഥയിലാണ് ചട്ടമ്പി സ്വാമിയുടെ പേര് തന്നെ വരുന്നത്. അങ്ങനെ പേര് കിട്ടിയിട്ടുള്ള ചിലപ്പം ഏക ഒരു സ്വാമിജി ചട്ടമ്പി സ്വാമി ആവണം എന്ന് പറയണം. 1870കളിലാണ് സ്വയം ശ്രമത്തിലൂടെ മാത്രം, അതേ കാലഘട്ടത്തിൽ 1870 നമുക്ക് വളരെ പ്രസിദ്ധനായിട്ടുള്ള
ഏറ്റവും കൂടുതൽ കവിതകളും 3 ഭാഷകളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ സ്വഭാവത്തോടു കൂടി, അതാണ് നല്ലൊരു കമ്പാരിസൺ ആയിട്ട് പ്രൊഫസർ നടേശൻജി പറഞ്ഞത്. സംസ്കൃതവും തമിഴും മലയാളവുമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ എഴുത്തെങ്കിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാളായിരുന്നു ചട്ടമ്പിസ്വാമികൾ. 1870 ആ കാലഘട്ടം, 1870 ആലോചിച്ച് നോക്കണം. ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ യോഗത്തെയും തത്വശാസ്ത്രത്തെയും ആഴത്തിൽ പഠിച്ച്, അതുകൊണ്ടാണ് ക്രിസ്തുമത ഛേദനമൊക്കെ കൃത്യമായിട്ട് എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചത്. കാരണം ആ കാലഘട്ടത്തിൽ മലയാളത്തിലൊന്നും അത്ര കൃത്യമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു റിലീജിയനെ പഠിച്ചിട്ടുള്ളവർ കുറവായിരുന്നുണ്ടാവും. 1880കളിൽ പൂഞ്ഞാറിലും കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തും കൃത്യമായി സഞ്ചരിച്ച് ഗുരുക്കന്മാരിൽ നിന്ന്, ശ്രീപത്മനാഭൻ്റെ നാടാണെന്ന് ഓർക്കണം, ആധ്യാത്മികമായിട്ടുള്ള യോഗ പ്രദേശങ്ങളൊക്കെ യാത്ര ചെയ്ത് അത്തരം ഉപദേശങ്ങളൊക്കെ നേടി സാമൂഹികമായിട്ടും മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ട് വാദങ്ങൾ നടത്താൻ സാധിക്കുന്ന, ഒരു പ്രതിവാദങ്ങൾക്ക് പോലും കഴിവുള്ള, വിമർശനാത്മക ബുദ്ധിയോടുകൂടി കൃതികളെയൊക്കെ നോക്കാൻ കഴിവുള്ള പ്രശസ്തനായ ഒരു വ്യക്തിയായി മാറി എന്നതാണ്. 1890 ആകുമ്പോഴത്തേക്കും അദ്ദേഹം എഴുതിയിട്ടുള്ള വേദാധികാര നിരൂപണവും ക്രിസ്തുമത നിരൂപണവും പ്രാചീന മലയാള ഭാഷയുടെ പഠനങ്ങളും, ഈ പഠനം മാത്രമല്ല, അവയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ രചിക്കുക. ആ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും സാമൂഹിക നവീകരണത്തിനുമൊക്കെ കൃത്യമായി വേദികളിൽ പോയി പ്രസംഗിക്കാനും ശ്രീനാരായണ ഗുരുവിനെയും കുമാരനാശാനെയും ഉൾപ്പെടെ ഉള്ള ജനങ്ങളെ സ്വാധീനിക്കാനും സാധിച്ചു എന്നുള്ളത് വലിയൊരു കഴിവാണ്. 1900 50 വയസ്സ് ഏകദേശം ആയിട്ടുണ്ടാവും. 1910 ആ കാലഘട്ടങ്ങളിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നിർണായകമായ ഒരു വ്യക്തിത്വമായി മാറാൻ, കേരളത്തിൻ്റെ ആത്മാഭിമാനമായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കഴിവ്. 1924 മെയ് 5 71 വയസ്സിലാണ് പനമനയിലെ നിർവ്വാണം. അപ്പൊ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരമ്പരാഗതമായ സന്യാസ സമ്പ്രദായം സ്വീകരിക്കാതെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള വൈദഗ്ധ്യങ്ങളോടുകൂടി ഭാഷകൾ വ്യത്യസ്തമായി ഉപയോഗിച്ച് പഠനം നടത്തി പുസ്തകങ്ങൾ എഴുതി സ്വാമി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു എന്നതാണ്. പക്ഷെ പരമ്പരാഗതമായ ഒരു സന്യാസി ആയിരുന്നില്ല. അത് വലിയൊരു കഴിവാണ്. അന്ത്യകാലത്ത് വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവനവൻ്റെ പാടവം ബാക്കിയുള്ളവരെ അറിയിച്ച്, സ്വാമി അല്ലാത്തൊരാൾക്ക് സന്യാസവേഷത്തിന് പുറത്തു നിന്നുകൊണ്ട് സമത്വത്തെക്കുറിച്ചും ജ്ഞാനത്തിൻ്റെ വികാസങ്ങളും പ്രചരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കഴിവാണ്. ഇത്രയുമാണ് എനിക്ക് പറയാൻ. എന്നതിന് മുമ്പ് തന്നെ സാറിന്റെ ഈ സ്ഥാനലബ്ധി, ഉത്തരവാദിത്വം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. തീർച്ചയായും നമ്മുടെ സംഘടനയ്ക്ക് മാത്രമല്ല, ആധ്യാത്മികതയുടെ അന്ധതയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റി അഥവാ ആധ്യാത്മികത ശാസ്ത്രമാണെന്നും യുക്തിഭദ്രമാണെന്നും തൻ്റെ പ്രബോധനങ്ങളിലൂടെയും ഭാഷണങ്ങളിലൂടെയും തെളിയിക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ശശികുമാർജി. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ എന്നുള്ളത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു, സ്വതന്ത്ര പദവിയുള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. സ്വതന്ത്രമായ കോഴ്സുകളൊക്കെ നടത്താം. തീർച്ചയായും നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ നല്ല ഒരു കാര്യമാണ്. യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, അപ്പോൾ നമുക്ക് യോഗ, ആയുർവേദം, അതുപോലെ മെഡിറ്റേഷൻ, പല കാര്യങ്ങളും
ആധ്യാത്മികവും അതുപോലെ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് അത് ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ സിലബസ് ഉണ്ടാക്കി സർട്ടിഫിക്കറ്റുകൾ നൽകാനും ഒക്കെ കഴിയുന്നു. പല യൂണിവേഴ്സിറ്റികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത പല സർട്ടിഫിക്കറ്റുകളും ഞാൻ ഒരു സ്ഥാപനത്തിന്റെ ചുമതലയുള്ളത് കൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളുടെയും സർട്ടിഫിക്കറ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, അതിന്റെ സിലബസിനെ കുറിച്ചൊക്കെ സംശയമുണ്ട്. പക്ഷേ തീർച്ചയായും സാറിനെ പോലുള്ള ആളുകൾ പ്രധാന കാർമ്മികത്വത്തിൽ വരുന്ന, തീരുമാനത്തിൽ വരുന്ന ഒരവസ്ഥയിൽ നല്ല ഒരു ലക്ഷണമാണ്, നല്ല ഒരു ശുഭോദർക്കമായ കാര്യമാണ്. സാറിന് തീർച്ചയായും ശിഷ്ടകാലത്ത് ഈ ഒരു കാര്യത്തിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ചുമതല എന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും ദേശത്തിന് വേണ്ടി, നാടിനു വേണ്ടി, നമ്മുടെ ധർമ്മത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരന്റെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. അതിനുള്ള ആരോഗ്യവും അതിനുള്ള സമയവും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നമ്മള് അവസാനിപ്പിക്കല്ലേ വിനോദേ? ഒരു മിനിറ്റ് നടേശ് സാറ് രണ്ട് വാക്ക്. നടേശ് സാറേ വരുന്നു. അപ്പോ ഞാനൊരു ശങ്കരാചാര്യ സർവകലാശാലയിലെ അധ്യാപകൻ ആയിരുന്നു എന്നതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഇതേ പേരിലൊരു സ്ഥാപനം ഉണ്ട് എന്നും അവിടെ നമ്മുടെ ഏറെ പ്രിയങ്കരനായ ശശികുമാർ സാറ് അതിന്റെ വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തി എന്നുള്ളത് ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആനന്ദം. കാരണം ഇത് ഇങ്ങനെയുള്ള ആളുകൾ വരണമെന്നും അക്കാഡമികമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് എപ്പോഴും പറയുന്ന ഒരാളെന്ന നിലയിൽ പ്രത്യേകിച്ച് TPS അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് അതിരുകളില്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, കുലപതിയാണ് അന്നും ഇന്നും TPS ഞാൻ പരിചയപ്പെടുന്ന കാലം മുതൽ. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിത്വം ഈ യൂണിവേഴ്സിറ്റിയുടെ ഭരണസാരഥ്യത്തിലേക്ക് വന്നതിൽ നമുക്ക് ഏറെ അഭിമാനമുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ, നമ്മുടെ പാഞ്ചജന്യത്തിലേക്ക് വരുന്ന ആളുകളെല്ലാം ഇങ്ങനെ വളരെ പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നതൊരു വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഒരു സ്ഥാനലബ്ധിയോ ഒരു അധികാരമോ ഏതെങ്കിലും രീതിയിലേക്ക് കിട്ടുന്നു എന്നത് നമ്മുടെ ഒരു ആത്മശുദ്ധി, നമ്മുടെ ലക്ഷ്യബോധം ഒക്കെയാണ്. അത് ഭാരതമാതാവിന്റെ ഒരു അനുഗ്രഹം കൂടിയാണ് എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും TPSന്റെ എല്ലാ പ്രവർത്തനത്തിലും നമുക്കും കൂടി ഉണ്ടാവാം എന്ന ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ലക്ഷ്മികാന്ത് വനിത. ലക്ഷ്മി, ഇപ്പൊ വളരെ സന്തോഷം. നടേശൻ ജി പറഞ്ഞതാണ് എന്റെ മനസ്സിലൂടെയും കടന്നുപോയത്. പാഞ്ചജന്യം ഭഗവാൻ നേരിട്ട് നയിക്കുന്ന ഒരു സംഘടനയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള അനുഭവങ്ങളാണ് നമുക്ക് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇപ്പം ഒടുവിലത്തേതെന്ന് തോന്നുന്നതാണ് TPSCയുടെ ഈ ഒരു സ്ഥാനലബ്ധി. ഭഗവാൻ നേരിട്ട് നയിക്കുന്ന ഒരു സംഘടന, എനിക്കെപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നടേശൻ ജി പറഞ്ഞത് 100% സത്യമാണ്. വളരെയധികം സന്തോഷം. നമ്മുടെയൊക്കെ ഗുരുസ്ഥാനത്ത്, ഞാൻ ഒരുപാട് ഗുരുസ്ഥാനത്ത് കാണുന്ന നമ്മുടെ ആദരണീയനായിട്ടുള്ള TPSCക്ക് ഇങ്ങനെ ഒരു സ്ഥാനം, അത് ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ തന്നെ അനുഗ്രഹിച്ച് തന്നതാണ് എന്നാണ് എന്റെ വിശ്വാസം. ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മുടെ സംഘടനയുടെ അഭിമാനവും ആദരവും നമ്മൾ അറിയിക്കുന്നു. നമുക്ക് ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ച സമയത്തിന് ഒരു 10 മിനിറ്റ് മുമ്പേ നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ്. 9:30 വരെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം നമുക്ക് എല്ലാവരുടെ അനുഭവത്തോടു കൂടി നമുക്ക് നന്ദി പറഞ്ഞതിന് ശേഷം മംഗളം. നന്ദി പറയാൻ വേണ്ടി നമ്മൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മള് തീർച്ചയായും വളരെ സന്തോഷം തരുന്ന ഒരു ദിവസം കൂടിയായി മാറി ഇന്നത്തേത്. കാരണം ഇന്ന് നമുക്ക് TPSGയുടെ ഈ ഒരു സ്ഥാനലബ്ധിയെ കുറിച്ച് അറിഞ്ഞതിലുള്ള സന്തോഷം, അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇന്ന് വളരെ പെട്ടെന്നാണ് നമ്മളൊരു ഇങ്ങനെ ചട്ടമ്പി സ്വാമി ജയന്തിയുടെ കൂടി ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്തത്. അതിൽ ഇത്രയും നല്ല ഒരു പ്രഭാഷണം TPSG തന്നു. അതുപോലെ തന്നെ നടേശൻ മാഷ് ആസ് യൂഷ്വൽ വളരെ ഭംഗിയായിട്ട് അധ്യക്ഷ ഭാഷണം നടത്തി, പ്രാർത്ഥന ചൊല്ലിയ എല്ലാവർക്കും EMG സാറ്, നമ്മുടെ RRGയുടെ സ്വാഗതത്തിനും എല്ലാത്തിനും നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരവും. മംഗളം EMG സാർ.
തീർച്ചയായും നമ്മളെ സമയത്ത് തന്നെ പര്യവസാനിക്കുകയാണ്. പ്രധാനമായും 3 ഭാവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഉണ്ടായത്. ഒന്ന്, ആധ്യാത്മികതയുടെ മൂർത്തി രൂപമായ ചട്ടമ്പി സ്വാമിജിയെ കുറിച്ചുള്ള ചിന്ത നമുക്ക് ആത്മീയമായ ഉണർവും സന്തോഷവും നൽകി. മറിച്ച് അധാർമികതയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കോപാഗ്നി നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന, നമുക്കൊക്കെ അഭിമാനവും ആമോദവും നൽകുന്ന ശശികുമാർജിയുടെ വൈസ് ചാൻസലർ പദവി, ഇതെല്ലാം കൊണ്ടും ഈ സായന്തന ചർച്ച വളരെ സമ്പന്നവും സമൃദ്ധവും അന്വർത്ഥവുമായി. നമുക്ക് തീർച്ചയായും ഇനി വരുന്ന നാളുകളിൽ നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ ധർമ്മ പ്രചാരണവും ധർമ്മ ബോധവൽക്കരണവും നടത്തുവാൻ കഴിയട്ടെ. നമുക്ക് മംഗള ആചരണത്തോടുകൂടി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഓ ബ്രാഹ്മണേഭ്യഃ സുഖമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. നന്ദകുമാർജി, നമ്മുടെ ഇന്നത്തെ